പെരുന്നാളിൻ്റെ അന്നത്തോടു കൂടെ നമ്മുടെ എല്ലാ ഓർഡറുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നൊക്കെ വന്നിട്ട് വേണമായിരുന്നു ഓർഡറുകൾ. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം രണ്ടാം പെരുന്നാളിൻ്റെ അന്നൊന്നും വർക്കില്ലല്ലോ, കിട്ടന് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ് സെറ്റാക്കി നിർത്തിയിരുന്നതായിരുന്നു, നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്, കുറേ പണിയുണ്ട്, അപ്പോൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്കാണെങ്കിൽ ആദ്യത്തെ പോലെ അങ്ങനെ തറഞ്ഞ് നിന്ന് അധികം സമയം നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡിസ്കിന് പ്രശ്നമുള്ള കാരണം നമുക്ക് പെട്ടെന്ന് നീര് വീണിട്ടാകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കെട്ടിൻ്റെ ഹെൽപ്പ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാനും ഓളും കൂടെ ഒക്കെ ചെയ്യും. അപ്പോൾ കുറേ ക്ലീൻ ആക്കാനും കുറേ സാധനങ്ങളൊക്കെ എടുത്ത് തുര കളയാനൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞ് സെറ്റാക്കി നിർത്തുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ബർത്ത്ഡേയുടെ കേക്കായിരുന്നു. അപ്പം ഇത് നമ്മളെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു കസ്റ്റമർ കേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതൊരു ഗ്രൂപ്പിൽ നിന്ന് തന്നെ നമ്പർ കിട്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ടെഡീനൊക്കെ ചെയ്ത് വയ്ക്കാനുണ്ടായിരുന്നു. വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ചെയ്തെല്ലാതും സെറ്റാക്കി വെച്ചു. പിന്നെ ബോൾസൊക്കെ പോയി വാങ്ങിച്ചു. പിന്നെ എന്താ പറയുക, ഈ നമ്മൾ ആ ഒരു നൂല് വരച്ച് കൊടുക്കുന്നത് വെറുതെ ഞാൻ കളറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ അതിൽ ആ ഒരു പിക്ചറിൽ ഇതുപോലെ ഇരുന്നു, അപ്പോൾ അതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ അടിച്ച് പരത്തിയ പോലത്തെ ടെടീനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണം. നമ്മൾ ചെയ്തിട്ടുള്ളതൊക്കെ നല്ല ഗുണ്ടുമണികളാണ്. അപ്പോൾ ഇതിങ്ങനെ അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നി, മറ്റേത് ചെയ്യണേക്കാട്ടിലും കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഈ നൂല് വരച്ചത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്ഷൻ വന്നില്ല കേട്ടോ. കാരണം ഞാൻ ആദ്യം വരയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ച ബ്രഷ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചെന്ന് മാത്രം ഞാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ കയ്യിൽ കിട്ടിയ ബ്രഷ് എടുത്തിട്ടാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ കുറച്ച് കട്ടി കൂടിയാലിട്ട് എല്ലാ വരകളും കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ബ്രഷ് കിട്ടിയിട്ടാണ്. പിന്നെ അതുകൊണ്ട് വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്.